ടൗൺ ഹാളിൽ ഉച്ചയ്ക്ക് 1 മണിവരെയാകും സംസ്കാര പൊതുദർശനം നടക്കുക. അവിടെയാകും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം തന്നെ അന്തിമോപചാരം അർപ്പിക്കാനായി എത്തുക. 1 മണിക്ക് ശേഷമാകും വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുപോവുക. പറവൂരിലെ ലാഫിംഗ് വില്ല എന്ന് പറയുന്ന വീട്ടിലേക്കാകും സലീം കുമാർ എത്തുക. കഴിഞ്ഞ ദിവസം അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് ഇറങ്ങി വന്ന സലീം കുമാറാണ് ഇന്ന് അദ്ദേഹം ഒരു ചേതനയറ്റ ശരീരമായി ആ വീട്ടിലേക്ക് തിരിച്ചു കയറി ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സഹപ്രവർത്തകർക്കും നാട്ടുകാർക്കും എല്ലാം തന്നെ വലിയൊരു വേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ പേര് തന്നെ നമുക്ക് വളരെ ഒരു കൗതുകം ഉണർത്തുന്ന പേരാണ്, ലാഫിംഗ് വില്ല എന്ന് പറയുന്നത്. ചിരിയിലൂടെ നേടിയെടുത്തൊരു വീടാണ് അദ്ദേഹം. ഒരുപാട് നാളത്തെ കഠിനാധ്വാനത്തിൻ്റെയും പരിശ്രമത്തിൻ്റെയൊക്കെ ഫലമാണ് അദ്ദേഹത്തിൻ്റെ ആ വീട് എന്ന് പറയുന്നത്. ആ വീടിന് അദ്ദേഹം ലാഫിംഗ് വില്ല എന്നാണ് പേരിട്ടത്. ചിരിയുടെ ഒരു ലോകമാണ് അദ്ദേഹത്തിൻ്റെ ആ വീട്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളൊക്കെ ആ വീട്ടിലാണ് അദ്ദേഹം നേടുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന, അദ്ദേഹത്തിന് ഏറ്റവും മനസ്സുകൊണ്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വീട് കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തനിക്ക് മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട, ആ വീടിൻ്റെ ആ പരിസരത്ത് തനിക്കൊരു അന്ത്യവിശ്രമം ഒരുക്കാനുള്ള പരിപാടികൾ ചെയ്താൽ മതി എന്നാണ് അദ്ദേഹം മക്കളോടും കുടുംബാംഗങ്ങളോടും പറഞ്ഞിരുന്നത്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത്. 1 മണിക്ക് പറവൂർ ടൗൺ ഹാളിൽ നിന്ന് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോകും. പറവൂരിലെ ലാഫിംഗ് വില്ലയിൽ എത്തിയ ശേഷം അവിടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമായി പൊതുദർശനം ഉണ്ടാകും. അത് കുറച്ച് സ്വകാര്യമായ ചടങ്ങായിരിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷം 3:30യോടെയാകും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. 3:30-ക്ക് വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങ് തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം മതപരമായ ചടങ്ങുകൾ ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ അസ്ഥി നിമഞ്ജനം ചെയ്യുന്ന അടക്കമുള്ള ചടങ്ങുകളൊന്നും വേണ്ട എന്നാണ് അദ്ദേഹം കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ചടങ്ങുകളൊന്നും തന്നെ സലീം കുമാറിൻ്റെതായി ഉണ്ടാകില്ല. അദ്ദേഹത്തിൻ്റെ അച്ഛൻ തന്നെ ഒരു സഹോദരൻ അയ്യപ്പൻ്റെ വലിയൊരു പിൻഗാമിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു അടുത്ത സുഹൃത്തു കൂടിയായിരുന്നു. അപ്പോൾ ആ രീതിയിൽ സഹോദരൻ അയ്യപ്പൻ്റെ രീതിയിലേക്ക് തന്നെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെല്ലാം തന്നെ സ്വാധീനിച്ചിരുന്നത് കൊണ്ട് തന്നെയാണ് സലീം കുമാർ എന്ന പേര് ഇട്ടത്. ഒരു മതപരമായ രീതിയിൽ മകനെ അടയാളപ്പെടുത്തേണ്ട, അതല്ലെങ്കിൽ മകനെ ആ രീതിയിൽ ആളുകൾ തിരിച്ചറിയേണ്ട എന്ന ആഗ്രഹത്താലാണ് അന്ന് അച്ഛൻ സലീം കുമാർ എന്ന പേരിട്ടത്. ആ രീതിയിൽ തന്നെയാണ് സലീം കുമാറും അച്ഛൻ്റെ അതേ നിലപാടുകളും കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള താല്പര്യവും എല്ലാം തന്നെ അച്ഛനിൽ നിന്ന് കിട്ടിയതാണ് സലീം കുമാറിന്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അച്ഛനെ പോലെ തന്നെ ഇപ്പോൾ നിലവിൽ മതപരമായ ചടങ്ങുകളൊന്നും വേണ്ട തൻ്റെ ചടങ്ങിന് എന്ന് ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ അമൃത ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അല്പസമയത്തിനകം സിനിമാ മേഖലയിലുള്ള പ്രമുഖരെല്ലാം തന്നെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തും. ഇപ്പോൾ നടൻ സണ്ണി വെയിൻ എത്തുന്നുണ്ട്. നടൻ സണ്ണി വെയിൻ ഇപ്പോൾ ആശുപത്രിയിലേക്ക് എത്തുകയാണ്. യുവതാരങ്ങളായിട്ടുള്ള ആളുകൾക്കൊക്കെ ഏറെ പ്രചോദനമായ ഒരു ആൾ കൂടിയാണ് സണ്ണി വെയിൻ. നമുക്കറിയാം, ഈ സലീം കുമാറിൻ്റെ സിനിമകൾ 90-കൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ കണ്ട്, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ കണ്ട് താല്പര്യപ്പെട്ട് അത് ഇഷ്ടപ്പെട്ട് വന്ന ആളുകളാണ് പലരും. അവരാണ് ഇപ്പോൾ യുവതാരങ്ങളൊക്കെ മലയാള സിനിമയിൽ ശോഭിക്കുന്നത്. വലിയ രീതിയിലുള്ള സിനിമാ മേഖലയിലുള്ള പരിചയമോ അതല്ലെങ്കിൽ കുടുംബപരമായുള്ള ബന്ധങ്ങളോ ഒന്നും വേണ്ട, ഒരു സിനിമയിൽ തിളങ്ങാനെന്ന് കാണിച്ചു കൊടുത്ത ആൾ കൂടിയാണ് സലീം കുമാർ. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇവർക്കൊക്കെ പ്രചോദനമായൊരു നടൻ കൂടിയാണ് സലീം കുമാർ. ഇപ്പോൾ സണ്ണി വെയിൻ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഈ മരണവിവരം അറിഞ്ഞത് മുതൽ തന്നെ സിനിമാ മേഖലയിലെ നിരവധി പ്രമുഖരാണ് ഈ അമൃത ആശുപത്രിയിലേക്ക് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു നോക്ക് കാണാനായി എത്തിയത്. ഇന്നലെ തന്നെ നിർമ്മാതാവ് ആൻഡ്രു ജോസഫ്, നടൻ ദിലീപ്, രമേശ് പിഷാരടി, ഒപ്പം തന്നെ ശ്വേതാ മേനോൻ, കുക്കു പരമേശ്വരൻ തുടങ്ങി നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു. അമൽ നേരിത്, സൗബിൻ ഷാഹ് അടക്കമുള്ള നിരവധി പേർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ സണ്ണി വെയിനും എത്തിയിരിക്കുകയാണ്. പലരും ഷൂട്ടിങ്ങിനൊക്കെയായി പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് മരണവിവരം അറിഞ്ഞ് എത്തുന്നതാണ്. ചിലർക്ക് ഈ സംസ്കാര ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ പൊതുദർശനത്തൊന്നും പങ്കെടുക്കാൻ സാധിക്കാൻ ഇല്ല. ഈ സിനിമ ഷൂട്ടിംഗ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ കഴിയുന്ന രീതിയിൽ പറ്റാവുന്ന സ്ഥലങ്ങളിൽ വന്ന് അന്തിമോപചാരം അർപ്പിച്ച് പോകാനാണ് പലരും ശ്രമിക്കുന്നത്. ആ രീതിയിലാണ് ഇപ്പോൾ ഈ നടന്മാരടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്.
ഇപ്പോൾ രാവിലെ ഏറ്റവും ആദ്യം വന്നൊരു നടൻ കൂടിയാണ് സണ്ണി വെയിൻ. ഇന്നലെ രാത്രി പുലർച്ചെ വരെ 2 മണി 3 മണി സമയം വരെ ഇവിടെ സിനിമ നടന്മാരൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ രാവിലെ ഇവിടേക്ക് താരങ്ങളൊക്കെ വീണ്ടും എത്തിത്തുടങ്ങുന്നത്. 8 മണിക്ക് ഇവിടെ നിന്ന് മൃതദേഹം കൊണ്ടുപോകും. 8 മണിക്ക് പറവൂരിലേക്ക് കൊണ്ടുപോകും. അതിനകത്ത് ഈ കൊച്ചിനകത്തിൽ തന്നെ ആണ് ആശുപത്രി ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് കാണാൻ പറ്റുന്നവർ ഇവിടെ വന്ന് കണ്ടിട്ട് പോകാനുള്ള സാധ്യതയുമുണ്ട്. അങ്ങനെയാകണം സന്നിവേദനം വന്നതെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിട്ട് വൈകിട്ട് 3:30 വീട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വൈകിട്ട് 3:30 വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാര ചടങ്ങുകൾ തീരുമാനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഇഷ്ടപ്രകാരമാണ് ചടങ്ങുകളെല്ലാം നടക്കുക. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മലയാള സിനിമയെ ഒരുപാട് മലയാള സിനിമയിലെ അവിഭാജ്യ താരമായി നിലകൊണ്ട ആളാണ് സലീം കുമാർ. ഇപ്പോഴത്തെ യുവതാരങ്ങളൊക്കെ സിനിമ കണ്ടു തുടങ്ങുന്ന ആ കാലത്ത് സിനിമയെ ഹാസ്യ മേഖലയെ അടക്കി വാണ ഒരു താരം കൂടിയാണ്, നടൻ കൂടിയാണ് സലീം കുമാർ. അതുകൊണ്ട്